ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കിടിലൻ ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു 5 മിനിറ്റ് ചാർട്ടിൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ആശാൻ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. വീണ്ടും ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് വന്നിരിച്ച് വീണ്ടും കയറി ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് വന്നു. ആ ഒരു നല്ലൊരു കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് കൃത്യമായിട്ട് കഴിഞ്ഞു പോയത്. അതേ സമയത്ത് നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഒരു കുറേ ദിനം കാണുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സ്മൂത്ത്നെസ് കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ലായിരുന്നു. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ക്ലിയർ ട്രേഡ് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയ ഒരു കിടിലൻ ദിവസമായിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിനും നല്ല രീതിയിൽ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് എന്താണ് ഒരു റേഞ്ച് കൃത്യമായിട്ട് ആ ഭാഗത്ത് കിടന്ന് കളിച്ച് ഒരു മൂവ്മെന്റ് ഒന്നും കിട്ടാത്ത ഒരു കിടൽ ഒരു എന്താണ് ബാഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ക ഒരു എന്താണ് അനക്കില്ലാത്ത ഒരു ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ മാർക്കറ്റ് ആ ഒരു റേഞ്ച് ഒക്കെ കൃത്യമായിട്ട് നോക്കി ആ ഒരു ഏരിയ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. പൊതുവേ മാർക്കറ്റ് ഒരു കാര്യം ഓർത്തോളൂ, ഈ നവംബർ 14 വരുന്ന ബീഹാർ ഇലക്ഷൻ റിസൾട്ടിന്റെ പുറകെയാണ് നമ്മുടെ മാർക്കറ്റും എല്ലാം നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇനി എന്തായാലും ബീഹാർ ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അപ്പർ സൈഡ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെന്റോ ഒക്കെ മാർക്കറ്റിൽ വ്യക്തമായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആണ് എനിക്ക് മാർക്കറ്റിൽ കാണുന്നത്. ബീഹാറിൽ നവംബർ 14 ശേഷം മാർക്കറ്റിൽ ഒന്നുകിൽ നല്ല രീതിയിൽ കിട്ടുന്ന മൂവ്മെന്റ് ഒരു അപ്പ് സൈഡ്, ഇല്ല എങ്കിൽ താഴേക്ക് വന്ന് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കോപ്പിയിലോട്ട് വന്ന് 24,400 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബീഹാർ ഇലക്ഷന് ശേഷം മാർക്കറ്റ് വേണമെങ്കിൽ 26,500 27,000 ഭാഗത്തേക്കും, ഇല്ല താഴെ പൊട്ടി 25,000 24,500 എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്കും വേണമെങ്കിൽ മാർക്കറ്റ് വരാം. ഇതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൾ ബീഹാർ ഇലക്ഷന് വരുന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും വരാൻ പോകുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. പി ഒ സി വന്നേക്കുന്ന 13,524 ഭാഗത്താണ് പി ഒ സി വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പി ഒ സി ഒന്ന് മാറ്റി വയ്ക്കാം. 13,524 13,524 ഭാഗത്തേക്കാണ് പി ഒ സി വന്നത്. ഞാൻ പി ഒ സി എന്ന് വരച്ചു. ഇനി എന്നെ സംബന്ധിച്ച് 13,575 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ബൈ എന്ന് പറയുമ്പോൾ 13,575 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. എത്രയാണ്? 13,575 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ബുള്ളിഷ് റെഫറൻസിന് എടുത്ത് മാറ്റി 13,575 ഭാഗത്തേക്ക് ആക്കി മാറ്റി 13,575 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ ഒന്ന് കൊണ്ടുവന്നു. ഇനി 13,575 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,620 ഭാഗത്തേക്ക് ഒരു പഴയ നേരത്തെ വന്ന ഹൈ ആണ് 6 എന്ന് പറയുമ്പോൾ 13,620 ഭാഗത്തേക്ക് ഇപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. ഇനി അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡ് പകരം അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,675 R2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13,675 13,675 ഭാഗത്തേക്ക് വരെ. ഇതാണ് സെക്കൻഡ് ടാർഗറ്റ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ R3 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ 13,715 13,715 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 575 മുകളിൽ നമ്മുടെ ഹൈ അടിക്കും. 675 715 എന്ന ലെവലിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 13,440 താഴെ ഞാൻ സെല്ലിംഗ് എടുക്കും. 13,440 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇത് 13,397 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 13,397 13,397 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് ഇന്നലത്തെ പി ഒ സി 13,355 13,355 13,355 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 13,292 ഭാഗത്തേക്ക് 13,292 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ഇതാണ് മിഡ് ക്യാപ്പിന്റെ റെഫറൻസ് ലെവൽ. വ്യക്തമായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയാണ് നമുക്കിന്ന് പണി തന്നൊരു ആശാൻ.
ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്, പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു. 58,002 ഭാഗത്താണ് പി ഒ സി. എത്രയാണ്? 58,002 ഭാഗത്ത് പി ഒ സി വന്ന് പെർഫെക്റ്റ് ബാലൻസ് ഷേപ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൈ എന്ന് പറയുമ്പോൾ ഞാൻ R1 ഈ R1 R2 ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ 58,200 58,163 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ, 58,163 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞ 58,310 ഭാഗത്തേക്ക് വരാം, 58,310 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 58,435 ഭാഗത്തും, അതിന് മുകളിൽ 58,590, 58,590 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞതായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഹയർ ലെവൽസിന്റെ ടാർഗറ്റ്. ഇനി സെല്ലിങ്ങിന്റെ ലെവൽ ഒന്ന് മാറി 57,825 താഴെ ഞാൻ സെല്ലിങ് എടുക്കുക. എത്രയാണ്? 57,825 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 57,722, ഫസ്റ്റ് ടാർഗറ്റ് 57,722 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ഏരിയ 57,570, 57,570, 57,570 ഭാഗത്തേക്ക് 57 വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു സി പിയുടെ 57,400 ഭാഗത്തേക്ക്, എത്രയാണ്? 57,400, 57,427 ആ ഒരു വാല്യൂ ഏരിയല്ലോ, ഈ ഒരു വാല്യൂ ഏരിയ 57,427 പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞതായിരിക്കും പിന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡും ലോവർ സൈഡും ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഒരു ഓക്കെയാണ്. അവൻ 58,500 57,500 എന്ന് പറഞ്ഞാൽ 1000 പോയിന്റിനകത്താണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. സോ 58,500 മുകളിൽ നിങ്ങൾ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ 55,500 താഴെ സെൽ ചെയ്യാം. എന്നിടയ്ക്കാണെങ്കിൽ നിങ്ങൾ ബൈ അറ്റ് ലോവർ സെൽ അറ്റ് ഹയർ എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്നതാണ്. ഇനി നമ്മുടെ നിഫ്റ്റി ആ 25,500 ഭാഗത്തുള്ള സപ്പോർട്ടൊക്കെ നിഫ്റ്റി എടുക്കുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് ഘടകമാണ്. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. പി ഒ സി 25,625 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഞാനൊന്ന് പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,625 ഭാഗത്താണ് 25,625 ഭാഗത്താണ് പി ഒ സി. ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരു ബൈയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി നമുക്കിനി അപ്പർ സൈഡ് ലെവൽസ് ഒക്കെ നോക്കാം. ആദ്യം ഞാനത് മാറ്റി വെച്ചു. ഇനി ബൈ എന്ന് പറഞ്ഞാൽ 25,679 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കുകയുള്ളൂ. അതായത് 680, 25,680 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 734 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? പഴയ ഒരു ടാർഗറ്റായ 25,734, 25,734 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 734 പൊട്ടിയാൽ അടുത്ത വരുന്നത് 7,805, എത്രയാണ്? 25,805, 25,805 ഭാഗത്തേക്ക് വരാം അപ്പ് സൈഡിൽ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,850, എത്രയാണ്? 75,850, 25,850 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ അപ്പ് സൈഡ് ഇതായിരിക്കും. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ അപ്പ് സൈഡ് ലെവൽസിനെ കുറിച്ച്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഇനി സെല്ലിംഗ് എടുക്കണം 25,481 താഴെ സെല്ലിംഗ് എടുക്കുക. എത്രയാണ്? 25,480 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 25,440 ഭാഗത്തേക്ക് വരാം. 25,440, 25,440 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. അതിന് താഴെ അടുത്ത് വരുന്നത് 25,390, എത്രയാണ്? 25,388, 25,388 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും 25,320 ഭാഗത്ത് 25,320 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞ ഇതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ലെവല്. മാർക്കറ്റ് എന്തായാലും ഈ നവംബർ 14 വരെ ഒരു റേഞ്ച്, നവംബർ 13 വരെ ഒരു റേഞ്ച് ആയിരിക്കും. നവംബർ 14 ആയിരിക്കും മാർക്കറ്റിൽ ആക്ച്വലി മൂവ്മെന്റ് വരുന്നത്. എക്സിറ്റ് പോൾ വരുന്നത് നവംബർ ഇലക്ഷൻ 12 കഴിയുന്നു. 12 കഴിയുമ്പോൾ നവംബർ 14 ആയിരിക്കും ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റ് നോക്കിയോളൂ വെച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം എഫക്റ്റ് നവംബർ 12, 13 ആൻഡ് 14 വിൽ ബി എ വെരി വോളറ്റിൽ ഡേ. അതിനുശേഷമായിരിക്കും ആക്ച്വൽ ട്രെൻഡ് മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ലെവല് മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. യൂസ് 5 മിനിറ്റ്സ് ക്യാൻഡിൽസ്റ്റിക് ഫോർ 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിം വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയായി ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നലെ നമ്മുടെ യൂട്യൂബിലെ ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു ഓർഡർ ഫ്ലോയും സൈക്കോളജി എന്ന് പറഞ്ഞ ട്രേഡ് സെറ്റപ്പ് ഇന്നലെ, മാർക്കറ്റ് ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞ കോമൺ കൺസെപ്റ്റ് സെറ്റപ്പ് ഇന്നലെ എടുത്തിരുന്നു. ഇന്നലെ സൺഡേ രാത്രി 8 മണിക്ക് എടുത്തായിരുന്നു.
അപ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളൊരു സെക്ഷൻ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, സെഷൻ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് യൂട്യൂബിലെ ആൾക്കാർക്ക് വേണമെങ്കിൽ യൂട്യൂബ് വഴി ലൈവ് പോകാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. രാത്രി 8 മണിക്കായിരിക്കും സൺഡേസിൽ വരുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡിംഗ്